നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റേഷനെ കുറിച്ചുള്ള ചില ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുകയാണ്. നമ്മുടെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡ്സിൽ നമുക്ക് വന്ന കുറച്ച് ക്വയറീസ് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും ഉള്ളൊരു ചോദ്യം എന്ന് വെച്ചാൽ, ഈ കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ കുട്ടികളിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണെന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ ഏതൊരു ഗാഡ്ജറ്റ് അല്ലെങ്കിൽ ഏതൊരു ഡിവൈസ് സൂക്ഷിക്കുന്ന പോലെ ഈ ഡിവൈസും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അതായത് അതിനകത്ത് മോയ്സ്ചർ കയറാതിരിക്കുക, പീരിയോഡിക്കായിട്ട് റീചാർജ് ചെയ്യുക, അതിൻ്റെ സർവീസ് കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യേണ്ടതാണ്. ഇൻറ്റേർണൽ, അതായത് ഓപ്പറേറ്റ് ചെയ്ത് നമ്മൾ അകത്ത് വെക്കുന്ന കമ്പോണൻറ്റിന് ഇൻ ജനറൽ കമ്പനീസ് എല്ലാം 10 year വാറൻറ്റി വരെ തരുന്നതാണ്. എക്സ്റ്റേണൽ ഡിവൈസ്, അതായത് പുറമേ ഉള്ള കമ്പോണൻറ്റ്, അതിൻ്റെ ഓരോ സ്പെസിഫിക് പാർട്സിന് അപ് ടു 3 years വരെയുള്ള വാറൻറ്റി ഉള്ളതാണ്. അപ്പം ഡിവൈസ് ഫെയിലിയർ, എന്തെങ്കിലും കാരണവശാൽ ഡിവൈസ് ഫങ്ഷനിങ് അല്ലാതാകുകയാണ്, അതായത് ഒരു ഫിസിക്കൽ ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഹിച്ച് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ യൂഷ്വലി കമ്പനി തന്നെ നമുക്ക് കറക്റ്റ് ചെയ്ത് തരുന്നതാണ്. അല്ല, അത് മെക്കാനിക്കലായിട്ടുള്ളൊരു ബ്രേക്ക് ഡൗൺ, ഇപ്പം അതെവിടെയെങ്കിലും എറിഞ്ഞു പൊട്ടി വീണ് പൊട്ടി അങ്ങനത്തെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ അത് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എക്സ്റ്റേണൽ കമ്പോണൻറ്റിൽ നമുക്ക് ആ ഫുൾ കമ്പോണൻ്റായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട വരില്ല. ഉദാഹരണത്തിന് അതിൻ്റെ ഇപ്പോൾ മൈക്രോഫോൺ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ മൈക്രോഫോൺ മാത്രം റീപ്ലേസ് ചെയ്യാം. അതിൻ്റെ മാഗ്നറ്റ് എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ മാഗ്നറ്റ് മാത്രം റീപ്ലേസ് ചെയ്യാം. അപ്പം ആ ഓപ്ഷൻസ് നമുക്കുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന പേഷ്യൻസ് ഇതിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതാണ്. താങ്ക് യു.